പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി. വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത. എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ, സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാത്തരം പുതിയ കമ്പനി ടയറുകളും യഥേഷ്ടമൊരുക്കി CN ടയേഴ്സ്. ജൽജീവൻ പ്രവൃത്തികളിൽ നിലവിൽ 4500 കോടി രൂപ കുടിശ്ശികയുണ്ടെന്നും കുടിശ്ശിക പൂർണ്ണമായി നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നു മുതൽ സംസ്ഥാനത്ത് ജൽജീവൻ മിഷൻ പ്രവൃത്തികൾ നിർത്തിവെക്കുകയാണെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 13 മാസമായി പ്രവൃത്തികൾ എടുക്കുന്ന കരാറുകാർക്ക് സീനിയോറിറ്റി ലിസ്റ്റിലുള്ള ബിൽ തുക ലഭ്യമായിട്ടില്ലെന്നും ഇവർ പറഞ്ഞു. സീനിയോറിറ്റി ബിൽ മറികടന്ന് തുക കൊടുക്കുന്നുണ്ട് എന്നുള്ള ഘട്ടത്തിൽ തന്നെ MD-യെയും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയെയും ധനമന്ത്രിയെയും ഡിപ്പാർട്ട്മെന്റിനെയും ഇതിന്റെ പണിയെടുക്കുന്ന ആളുകളും ബന്ധപ്പെട്ട സംഘടനാ പ്രതിനിധികളും ഒക്കെ വിവരം അറിയിച്ചു. പക്ഷേ അതിനെല്ലാം മറികടന്ന് ഇത്തരക്കാർക്ക് തുക നൽകുകയുണ്ടായത്. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോ ഇതിനെതിരെ സംസ്ഥാനത്തൊക്കെ ഒരു കൂട്ടായ്മ ഈ വർക്കെടുക്കുന്നത് രൂപപ്പെടുത്തിക്കൊണ്ട് ഇത്തരം സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അറിയിച്ചുകൊണ്ട് ഫെബ്രുവരി 1 മുതൽ വർക്കുകൾ നിർത്തിവെക്കുവാണെന്ന് ഗവൺമെന്റ് അറിയിച്ചു. അങ്ങനെ ഒരു സമരത്തിലേക്കാണ് ഇതിന്റെ വർക്കെടുക്കുന്ന ആളുകൾ മൊത്തം കരാറുകൾ സംസ്ഥാനത്ത് കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇതെടുത്ത കരാറുകാർക്ക് പറയാനുള്ളത് അവർക്ക് കിട്ടാനുള്ള തുക അർഹമായ രൂപത്തിൽ സീനിയോറിറ്റി ലിസ്റ്റ് പ്രകാരം നൽകണമെന്നാണ് ഗവൺമെന്റിനോട് പറയാനുള്ളത്. കുടിശ്ശികയായി 45,000 കോടി രൂപയുണ്ട്. ഇപ്പോൾ കേന്ദ്ര സ്പെഷ്യൽ അസിസ്റ്റന്റ് ഫണ്ട് പ്രകാരം 288.75 കോടി രൂപ ജൽജീവൻ മിഷൻ പ്രവർത്തിക്ക് അനുവദിച്ചത് സീനിയോറിറ്റി ബിൽ മറികടന്ന് നൽകി. നിലവിൽ ജൽജീവൻ മിഷൻ വർക്കുകൾ പൂർത്തീകരിക്കാൻ 2025 മാർച്ച് വരെ മാത്രമേ സമയം അനുവദിക്കുകയുള്ളൂ. മുൻപ് വലിയ കുടിശ്ശികയുള്ളപ്പോൾ തന്നെ സ്റ്റേറ്റ് വിഹിതം നൽകാത്ത കാരണം സെൻട്രലിന്റെ വിഹിതം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം 386 കോടി രൂപ നൽകിയത് കൃത്യമായി വിതരണം ചെയ്യുന്നില്ല. ഈ അവസ്ഥ തുടർന്നാൽ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയില്ല. അബ്ബാസ് കുറ്റിപ്പുളിയൻ, വി ഉണ്ണികൃഷ്ണൻ, ബാബു കെ നയീം, ഒ അബ്ദുൽ മജീദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം. ലൈബ വെഡിംഗ് സെന്റർ, വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ, പൂക്കോട്ടം പാടം, വണ്ടൂർ.